ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ നേതാവിന് വെടിയേറ്റു. നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ മുതിർന്ന തൊഴിലാളി നേതാവ് മുഹമ്മദ് മത്ലബ് സിക്ദർ എന്നയാൾക്കാണ് വെടിയേറ്റത്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. ദീപു ചന്ദ്രദാസിനൊപ്പം ജോലി ചെയ്തവർ മുസ്ലിം അക്രമകാരികൾക്ക് പിടിച്ചു നൽകിയെന്ന് കണ്ടെത്തൽ. മുസ്ലിം അക്രമകാരികൾക്കൊപ്പം ചേർന്ന് ഇരുവരും ദീപു ചന്ദ്രദാസിനെ മർദ്ദിച്ചതായും കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ നേതാവിന് വെടിയേറ്റു എന്നൊരു വിവരം ലഭിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ബംഗ്ലാദേശിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് ഇന്ത്യ വിരുദ്ധനായ അവിടുത്തെ ബംഗ്ലാദേശിലെ ഒരു നേതാവിന് വെടിയേറ്റു എന്നുള്ളതാണ്. ബംഗ്ലാദേശിലെ നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ മുതിർന്ന തൊഴിലാളി നേതാവിനാണ് വെടിയേറ്റത്. മുഹമ്മദ് മത്ലബ് സിക്ദർ എന്നയാൾക്കാണ് വെടിയേറ്റതായി ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. ഇയാളുടെ തലയിൽ വെടിയേറ്റ് ഗുരുതരാവസ്ഥയിൽ ഇയാൾ ചികിത്സയിലാണ് എന്ന വിവരം കൂടി വരുന്നുണ്ട്. നേരത്തെ മറ്റൊരു കൊടും ഭീകരൻ വിഘടനവാദി നേതാവിന് കൂടി അവിടെ ഇന്ത്യ വിരുദ്ധൻ കൂടിയായ അയാൾക്ക് വെടിയേറ്റ് അയാൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരാൾക്ക് കൂടി വെടിയേൽക്കുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിനോട് ചേർത്ത് ഇന്ത്യയെ കീറിമുറിക്കും വെട്ടിമുറിക്കും എന്ന് പ്രസംഗിച്ചയാൾക്കാണ് നേരത്തെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അയാളെ മഹത്വവൽക്കരിക്കുന്ന ഒരു കാർഡടക്കം പോസ്റ്റർ അടക്കം കേരളത്തിലെ മീഡിയ വൺ പോലെയുള്ള മാധ്യമങ്ങൾ ഇന്ന് ഷെയർ ചെയ്ത് കാണുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയാണ് ഇന്നിപ്പോൾ വീണ്ടും ഒരു ഇന്ത്യ വിരുദ്ധന് അവിടെ വെടിയേറ്റിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇപ്പോൾ ബംഗ്ലാദേശിൽ തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഈ ബംഗ്ലാദേശിൽ ദിബു ചന്ദ്രദാസ് എന്ന ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. ഒപ്പം ജോലി ചെയ്ത ഇയാളുടെ സുഹൃത്തുക്കൾ തന്നെ ഇയാളെ ഈ മുസ്ലിം ആക്രമകാരികൾക്ക് പിടിച്ചുകൊടുത്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. മുസ്ലിം അക്രമകാരികൾക്കൊപ്പം ചേർന്ന് ഇവരും ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ആളുകളും ദിബു ചന്ദ്രദാസിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. മതത്തിന്റെ കാര്യം വരുമ്പോൾ ഇക്കൂട്ടർ ഒന്നാണ് എന്ന് ഇത് തെളിയിക്കുന്നു. ഇത്രയും കാലം ഒരുമിച്ച് ജോലി ചെയ്തവരും ഒരുമിച്ച് സഹവസിച്ചവരുമാണ് ഈ ദീപു ചന്ദ്രദാസിനെ ഇങ്ങനെ മുസ്ലിം അക്രമകാരികൾക്ക് പിടിച്ചു നൽകിയതും കൂട്ടം ചേർന്ന് മർദ്ദിച്ചതും എന്ന വാർത്ത ആശങ്കയുയർത്തുന്നത് തന്നെയാണ്. യെസ്, ബംഗ്ലാദേശിൽ ഇന്ത്യ വിരുദ്ധ നേതാവിന് വെടിയേറ്റു. നാഷണൽ സിറ്റിസൺസ് പാർട്ടിയുടെ മുതിർന്ന തൊഴിലാളി നേതാവ് മുഹമ്മദ് മത്ലബ് സിക്ദർ എന്നയാൾക്കാണ് വെടിയേറ്റത്. അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നു. ദീപു ചന്ദ്രദാസിനൊപ്പം ജോലി ചെയ്തവർ മുസ്ലിം അക്രമകാരികൾക്ക് പിടിച്ചു നൽകിയെന്നാണ് കണ്ടെത്തൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്.